സമാധി സ്മാരകം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ശശിധരൻ IPSൻ്റെ നേതൃത്വത്തിൽ അത് പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോഴാണ് പാഞ്ചജന്യം എന്ന പേരിൽ ചെയ്തത്. നിരവധി വർഷം കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാലം അടഞ്ഞു കിടന്നിരുന്നു. പിന്നെ കേസിൽ അനുകൂല വിധി വന്ന് ഉണ്ട്. സാധുജന പരിപാലന സംഘമാണ് അതിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിൻ്റെ ഒന്നാം നമ്പർ ശാഖയാണ് KPMS മുന്നല്ല ശിവകുമാറിൻ്റെ വകയാണ് ഇപ്പോൾ അയ്യങ്കാളി സ്കൂള്. അവരാണ് മാനേജ്മെൻറ്റില്ല. എയ്ഡനാണ് UP സ്കൂള്, അയ്യങ്കാളി പഠിച്ച സ്കൂൾ. പുറത്തൊരു അയ്യങ്കാളി നടത്തുന്ന കോടതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു കളയും. അയ്യങ്കാളി അതെ, അവസാന കാലം ഈ കോടതിയിൽ തന്നെ താമസിക്കുന്നത്. കാര്യം കേരളത്തിന് എന്തെന്നൊക്കെ ആൾ വരുമ്പോൾ പെരുങ്കാറ്റുവിള എന്ന സ്ഥലം 2 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ വരാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു. മാത്രമല്ല അടുത്തൊത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആസ്മ പോലെയൊക്കെ. മഹാത്മാഗാന്ധി വന്നത് ഇവിടെയാണ്. സ്മാരകശിലയൊക്കെ അവിടെ ഉണ്ട്. അയ്യങ്കാളി സംസാരിക്കാൻ ഗാന്ധിജി ഇവിടെ വന്നു, വെങ്ങാനൂർ വന്നു. കുറച്ച് ഇറങ്ങിയിട്ട് കയറിയോ? പിന്നെ ഇറങ്ങില്ല, വാതിലിൻ്റെ അടുത്ത് നിന്നാൽ മതി. ഹലോ സാർ, ഇവിടെ വാതിലിൻ്റെ അടുത്ത് നിന്നാൽ മതി. നിങ്ങൾ കയറി കേറണം. ഇത് കഴിഞ്ഞിട്ട് തന്നെ കിടക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പുഷ്പാർച്ചനടുത്ത് എന്തൊരു കുറവുണ്ടാകുന്നു. അങ്ങോട്ട് വിളിച്ചോ, കഴിഞ്ഞവരങ്ങോട്ട് വിളിച്ചു. ഇതാണ്ട